എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന ആ ഒരു പച്ചക്കറികളുടെ തൊലികൾ, അങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ, ഇതൊക്കെ എങ്ങനെ നമുക്ക് നല്ലൊരു വളമായിട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാവുന്ന രീതിയിൽ എങ്ങനെ നൽകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതുപോലെ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റുകളില്ലേ, പച്ചക്കറിയുടെ വേസ്റ്റ്, അതപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിയുമ്പോൾ എല്ലാ വേസ്റ്റും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ എല്ലാ വേസ്റ്റും കൂടെ നന്നായി അരച്ചെടുത്തിട്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മളത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അതുപോലെ ഒന്ന് വയ്ക്കാം. പിറ്റേ ദിവസം നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ പതയൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിലേക്ക് നമുക്ക് ഒരു 2-3 ഇരട്ടിയോളം വെള്ളം ചേർക്കണം. അതിപ്പോൾ നമ്മുടെ വേസ്റ്റ് എത്രയ്ക്കുണ്ടോ അതിനനുസരിച്ച് അധികം വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. വീട്ടിൽ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് ഇളക്കുക. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെടികൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നല്ല റിസൾട്ടും ഉണ്ടാവും. നമുക്ക് പൂച്ചെടികൾക്കും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള വളങ്ങളൊക്കെ വാങ്ങാനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കിട്ടാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ, അല്ലെങ്കിൽ തന്നെ കിട്ടിയാലും നമുക്ക് ഇത് വളരെ വേസ്റ്റാക്കി കളയുന്ന സാധനമല്ലേ. ഇത് നമുക്ക് എപ്പോഴും തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിനൊക്കെ നല്ലൊരു വളമാണ് ഇത്. അപ്പോൾ മുരടിച്ചൊക്കെ നിൽക്കുകയാണ്, വളർച്ചയില്ലാണ്ട് നിൽക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് എന്നും തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം നമുക്കിത് പരീക്ഷിക്കാം. പിന്നെ ചെടിയുടെ ആ ഒരു വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ മിക്സ് ചെയ്താൽ മതി. ചെറിയ ചെടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്ന ആ ഒരു ടൈമിൽ അതിന് പകരമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളമില്ലാത്ത ഒരു മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെടി വലിച്ചെടുക്കുകയും നന്നായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൊച്ചു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്